Hi all, welcome back to our channel. നമുക്കിന്ന് കോർപ്പറേറ്റ് അക്കൗണ്ട്സിൻ്റെ മറ്റൊരു പ്രോബ്ലവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ പോർഷനിലെ ഒരു പ്രോബ്ലമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ സെയിം പോർഷനിലെ ഒരു പ്രോബ്ലവുമായിട്ടാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. X Limited has redeemable preference share capital of rupees 8 lakh in 10,000 preference shares of rupees 100 each. Rupees 80 paid. It is resolved to redeem the shares at a premium of 20% after fulfilling the formalities. Company makes the following issues. 50,000 equity shares of rupees 10 each at a premium of 50% and 2015% debentures of rupees 100 each. The company has credit balance in profit and loss account rupees 3 lakh and general reserve 4 lakh. The securities premium rupees 2 lakh. Give journal entries required on implementing the scheme. ഈ ക്വസ്റ്റ്യനിൽ ഇത് റിഡീംഷൻ്റെ ഒരു പ്രോബ്ലമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് rupees 8 lakh in 10,000 preference shares of rupees 100 each and rupees 80 paid, which means that the value of the shares is rupees 100 and the shareholders paid only rupees 80. 20 രൂപ അവിടെ നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഫൈനൽ കോളിൽ നമുക്ക് വിളിക്കേണ്ട എമൗണ്ടാണ്. അത് നമുക്ക് കിട്ടിയിട്ടില്ല. 80 റുപ്പീസ് വരെ കിട്ടിയിട്ടുള്ളൂ. 20 റുപ്പീസ് നമുക്ക് മിച്ചം കിട്ടാനുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് കണ്ടീഷൻസ് പഠിക്കുന്ന സമയത്തറിയാം, പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ നമുക്ക് എന്താക്കണം, ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് റിഡംഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണം. പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ എന്ത് ചെയ്യണം, ഫൈനൽ കോൾ വിളിക്കണം. ഫൈനൽ കോൾ വിളിച്ച് എന്ത് ചെയ്യണം, എമൗണ്ട് റിസീവ് ചെയ്യുകയും ചെയ്യണം. പിന്നെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ, പ്രീമിയം 20%. ഇപ്പം ടോട്ടൽ 10,000 into 100 10 lakh ഷെയർസിൻ്റെ 20% നമുക്ക് എന്തായിട്ട് വരണം, പ്രീമിയം ആയിട്ട് വരും. ഇനി കമ്പനി മേക്സ് ദ ഫോളോയിങ് ഇഷ്യൂസ്. ഇനി താഴെ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂസ് കമ്പനി മേക്ക് ചെയ്തിട്ടുണ്ട്. 50,000 equity shares of rupees 10 each at a premium of 50%. 50,000 equity shares പ്രീമിയം 50% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസിൻ്റെ ഫ്രഷ് ഇഷ്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം, റിഡംഷന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ 2015% ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഐറ്റം എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, റിഡംഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. ദ കമ്പനി ഹാസ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 3 lakh. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു 3 lakh റുപ്പീസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് റിഡംഷൻ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ജനറൽ റിസർവിലുള്ള എമൗണ്ടും 4 lakh ആണ് പറഞ്ഞിരിക്കുന്നത്. അതും റിഡംഷൻ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ഒരു 2 lakh റുപ്പീസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തിനു വേണ്ടി പറ്റില്ല, റിഡംഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഗീവ് ജേർണൽ എൻട്രീസ് റിക്വയർഡ് ഓൺ ഇംപ്ലിമെൻറ്റിംഗ് ദ സ്കീം. ജേർണൽ എൻട്രീസ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജേർണൽ എൻട്രീസ് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വർക്കിംഗ് നോട്ട്സ് എഴുതണം. ആദ്യം തന്നെ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എമൗണ്ട് റിക്വയർഡ് ഫോർ മേക്കിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഫുള്ളി പെയ്ഡ്. ഫുള്ളി പെയ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 10,000 ആണ്. Then amount paid on shares rupees 80. Amount payable is rupees 100. Then unpaid amount we can calculate it by minusing 100 minus 80, that is equals 20. ഫൈനൽ കോളിൽ നമുക്ക് എത്ര രൂപ വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിൻ്റെ വാല്യൂ 10,000 ഇൻറ്റു അൺപെയ്ഡ് എമൗണ്ട് 20 റുപ്പീസ് ഇൻറ്റു 20 ചെയ്യുമ്പോൾ നമുക്ക് 2 lakh റുപ്പീസ് കിട്ടും. അപ്പോൾ ഫൈനൽ കോളിൽ നമുക്ക് 2 lakh റുപ്പീസ് ആണ് കോൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ. റിഡംഷൻ പർപ്പസിന് വേണ്ടി എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിയേ, ഷെയർ ക്യാപിറ്റൽ ഇനത്തിൽ ഷെയർ ക്യാപിറ്റൽ എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 8 lakh റുപ്പീസ് ഓൾറെഡി ഉണ്ട്, പ്ലസ്
2 lakh rupees നമ്മളിപ്പോൾ ഫൈനൽ കോൾ ചെയ്ത് വിളിച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 lakh rupees. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 lakhൻ്റെ 20% ആണ് പ്രീമിയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 lakh ഇൻറ്റു 20% 2 lakh. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ് 12 lakh. ഈ 12 lakh rupees ആണ് നമ്മുടെ എന്തായിട്ട് മാറുന്നത്? പ്രീമിയം ഓൺ റിഡംഷൻ ആയിട്ട്, ടോട്ടൽ എമൗണ്ട് ഓൺ റിഡംഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. നോക്കിയാൽ ഇനി നമുക്ക് CRR അക്കൗണ്ടിലേക്ക് ഒക്കെ എവിടുന്ന് പോകുന്നു എന്ന് നോക്കാം. ഈ 2 lakh rupees പ്രീമിയം ഓൺ റിഡംഷൻ്റെ 2 lakh rupees നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വേണം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 3 lakh rupees ഉണ്ട്. അതിനകത്ത് നമ്മൾ 2 lakh rupees പ്രീമിയം ഓൺ റിഡംഷൻ എടുക്കുന്നു. ദെൻ ബാലൻസിന് എത്രയേ ഉള്ളൂ? 1 lakh rupees ഉള്ളൂ. അപ്പോൾ ആ 1 lakh rupees മാത്രമേ ഷെയർ ക്യാപിറ്റൽ റിഡീം ചെയ്യാൻ വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോക്കിയാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1 lakh rupees ജനറൽ റിസർവിൽ 4 lakh rupees ടോട്ടൽ 5 lakh rupees നമ്മുടെ കയ്യിലുണ്ട്. ഈ 4+1 5 lakh വേണം നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഫ്രഷ് ഇഷ്യൂവിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് 50% പ്രീമിയം എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്നു. 50,000 ഇൻറ്റു 10 5 lakh. ദെൻ പ്രീമിയം എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 50,000 5 lakhൻ്റെ 50% 2,50,000. ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഓൺ ഫ്രഷ് ഇഷ്യൂ 7,50,000 ആണ്. പക്ഷേ നമുക്ക് റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഏത് വാല്യൂ മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ 5 lakh rupees മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് നമുക്ക് റിഡംഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ടോട്ടൽ എമൗണ്ട് നമുക്ക് 12 lakh വേണം. പ്രീമിയം എമൗണ്ട് 2 lakh പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 1 lakh കിട്ടും. ബാലൻസ് 1 lakh ഉണ്ട്. ദെൻ ജനറൽ റിസർവിൽ നിന്ന് 4 lakh ഉണ്ട്. മിച്ചം വന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 5 lakh rupees ആണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ആ 5 lakh rupees നമുക്ക് ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ജേണൽ എൻട്രീസിലേക്ക് പോകാം. ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള എൻട്രീസ് ആണ്. ഫസ്റ്റ് വൺ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റ് 2 lakh to redeemable preference share capital. Then bank account debt to redeemable preference share final call account. Then next one, ഈ ഫൈനൽ കോൾ വിളിച്ചു നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടോട്ടൽ ഷെയർസിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ എൻട്രി ചെയ്യുന്ന redeemable preference share capital account debt 10 lakh. Then premium on redemption account debt 2 lakh to റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? P&L അക്കൗണ്ടിൽ നിന്നും പ്രീമിയം എമൗണ്ട് കൊടുത്തു തീർക്കുന്നു. നോക്കിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ 2 lakh. ദെൻ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽസ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ദെൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതും കൂടെ എഴുതിയേ പറ്റുള്ളൂ എൻട്രി ആയിട്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു 15% ഡിബഞ്ചേഴ്സ്. ദെൻ ലാസ്റ്റ് എൻട്രി, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം? എമൗണ്ട് കൊടുക്കണം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് 12 lakh rupees. അപ്പോൾ ഇത്ര എൻട്രീസ് ആണ് നമുക്ക് റിഡംഷനിൽ വരുന്നത്. ദെൻ ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഷെയർസ് ടു ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് ബിഫോർ ദേ ആർ റിഡീംഡ്. പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കിയതിന് ശേഷം മാത്രമേ റിഡംഷൻ ചെയ്യാൻ പാടുള്ളൂ. ദ എമൗണ്ട് ഫ്രം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ പർപ്പസ് ഓഫ് റിഡംഷൻ ഓഫ് ഷെയർസ്. ഡിബഞ്ചർ ഇഷ്യൂ ഒരിക്കലും നമുക്ക് റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം കനോട്ട് ബി യൂട്ടിലൈസ് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് നമുക്ക് റിഡംഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തരുന്ന പോർഷനാണ് എന്താ? ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം, ദെൻ 50,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് 50%. അപ്പം പ്രീമിയം കാണുമ്പോൾ എല്ലാവരും ചെയ്യും എന്ത് ചെയ്യും?
5 ലാക്കിൻ്റെ 50% പ്രീമിയം കൂടെ കൂട്ടി 7,50,000 ഉണ്ട് എന്ന് പറഞ്ഞ് എടുക്കും. നമ്മൾ എപ്പോഴും ഓർത്തോണം, പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെയും അതുപോലെ തന്നെ എന്തിൻ്റെ പ്രീമിയം ആണെങ്കിലും നമ്മൾ റിഡംഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യത്തില്ല. നമുക്ക് ഷെയർ ക്യാപിറ്റൽ മാത്രമാണ് ആവശ്യം. റിഡംഷൻ പർപ്പസിന് വേണ്ടി ഫ്രഷ് ഇഷ്യൂവിൻ്റെ ഷെയർ ക്യാപിറ്റൽ മാത്രമേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യത്തുള്ളൂ. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ക്വറീസും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. If you like our videos, please like, share, and if you are not subscribed ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.